ഇരുട്ടൂറിയിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന രക്ഷയില്ല. അമ്മ എപ്പോഴും പറയുമല്ലോ, ആത്മാവാകുന്ന മെഴുകുതിരി നമ്മുടെ കയ്യിലുണ്ട്, വിശ്വാസമാകുന്ന ദീപം കൊളുത്തിയാൽ മതി. ആ ദീപം കൊളുത്തി കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അനുസരിച്ച് ആ പ്രകാശം നമ്മളെ മുന്നോട്ട് നയിക്കും. എന്നെ പ്രസവിച്ച അമ്മ ഭക്ഷണം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. ആരെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്ത് വന്നാൽ അവർക്ക് ഭക്ഷണം ഇല്ലാണ്ടാകരുത് എന്ന് പറയും. അല്ല, കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ അമ്മ എന്ത് ചെയ്യും, അതിഥികൾ വന്നാൽ അവർക്ക് ഇതെല്ലാം വിളമ്പി കൊടുക്കും. എന്നിട്ട് നമുക്ക് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. കഞ്ഞിവെള്ളത്തിൽ തേങ്ങ തിരുകിയിട്ട് അത് തരും. തൽക്കാലം മക്കൾ ഇത് കുടിക്കും, പിന്നെ വെച്ച് തരാമെന്ന് പറയും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാതെ അതിഥികളെ സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവർ പോകുമ്പോഴും അമ്മയുടെ നമ്മൾ വിശന്നിരിക്കുന്നതല്ല, അവരുടെ വയറ് നിറഞ്ഞോ, അവരുടെ വയറ് നിറഞ്ഞോ, ഇതാണ് അമ്മ ചിന്തിക്കുന്നത്. ഇതാണ് എന്നെ പ്രസവിച്ച കാണിച്ച് നമ്മൾ. അന്ന് ഈ കൂടുതലും എല്ലാവരും ഒരു 100 വീട്ടിൽ 5 പേരോ 10 പേരോ എന്ന് ജോലിയുള്ളവരുള്ളു. അല്ലാത്തവർ അന്നന്ന് ജോലിക്ക് പോയി കിട്ടി കഴിക്കുന്നവരാണ്. ചിലർ വൈകി വരുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം എന്ത് കഴിഞ്ഞാൽ 10 കുട്ടികളൊക്കെ കുറഞ്ഞ ഓരോ കുടുംബത്തിലുണ്ട്. 3, 4, 5 കുട്ടികൾക്ക് വരെ നമ്മളൊരു പാത്രത്തിലിട്ട് അമ്മ തന്നയക്കും, കൊണ്ട് കൊടുത്തിട്ട് വാ. ആ വീട്ടിൽ വെള്ളം എടുത്തില്ല, ഭക്ഷണമൊന്നും വെച്ച് കാണത്തില്ല, അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുക, ഇതുകൊണ്ട് കൊടുത്തിട്ട് വാന്ന് പറയും. അപ്പൊ ആദ്യം ചിന്തിക്കുന്ന അയലത്തെ വീടാ. ഇതൊക്കെയാണ് എൻ്റെ അമ്മ പോലും കാണിച്ചിനെ പ്രസവിച്ച അമ്മ പോലും കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു 1000കണക്കിന് കഥകളുണ്ട്. അപ്പൊ രാമൻ അത് ചെയ്തെന്ന് പറഞ്ഞത് സീതയെക്കാളും വലുതാണ്. രാജ്യമാണ് ഫസ്റ്റ്, ഭാര്യ 2ാമത്തെ സ്ഥാനമേ ഉണ്ട് രാജാവിന്. ആ ഒരു രീതിയിൽ വെച്ച് നമ്മൾ ഇതെല്ലാം എടുക്കാൻ നല്ലത്. ഇപ്പൊ രാമൻ കാട്ടിപ്പോന്നുള്ളത് ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്. കല്ലും മുള്ളും ചവിട്ടി പ്രതിനിധികൾ മറികടന്നാണ് പോയെങ്കിൽ അതെല്ലാം എല്ലാത്തിനെയും വിജയിപ്പിക്കുകയും അവസാനം എല്ലാം വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരാം. ഇതുപോലെ നമ്മൾ ശ്രമിക്കണം. പ്രശ്നങ്ങൾ മാത്രം വരും, അർഹതപ്പെട്ടത് കിട്ടാതെ വരും, നമ്മൾ വിടാൻ പാടില്ല. അത് രാമൻ സ്വീകരിക്കൽ മനോഭാവമാണ് കാണിച്ചത്. ഒരു കഥ ഓർക്കുകയാണ് അമ്മ. ഒരു മരുഭൂമിയാണ്. അപ്പം മരുഭൂമിയിൽ മറ്റുള്ള വൃക്ഷമെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. ഒരു വൃക്ഷം മാത്രം തളർത്ത് നിന്ന്. പക്ഷെ അവിടെ വെള്ളവും ഇല്ലാണ്ടായി. ആകെ വിശന്ന് അതിനകത്തൊരു കിളി അവശേഷിച്ചു. മറ്റു കിളിയൊക്കെ മരിച്ചു. അപ്പം വിഷമിക്കുകയാണ്, വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ വൃക്ഷവും ഉണങ്ങിക്കടപുഴി വീണ്. അപ്പം താനും മരിക്കാൻ പോവുകയാണല്ലോ, എവിടെയാണ് ചെയ്താൽ ഇച്ചിരി വെള്ളം കിട്ടുക, അല്ല എന്തെങ്കിലും ഭക്ഷണം കിട്ടുക, അല്ല ഇങ്ങനെ മരിക്കണമെന്ന് കിളി ചിന്തിക്കുകയാണ്. അല്ല, നമുക്കൊന്ന് ശ്രമിക്കാം. തന്നെ ചിന്തിച്ചിട്ട് പറ്റുന്ന രീതിയിൽ പറക്കാൻ ശ്രമിച്ച് കുറേ പറന്നു താന്നിരുന്ന്, പിന്നെ പറന്നു താന്നിരുന്ന്, അവസാനം പറന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചെന്നെത്തിയത് അനേക വൃക്ഷങ്ങളും നദികളും നിറയെ പഴങ്ങളും നിറയെ കിളികളും ഉള്ളൊരു കാടിലാണ്. മുന്നിലൊന്നും കാണാനില്ല, ഉള്ള വൃക്ഷവും നഷ്ടപ്പെട്ടു. ഇനിയും മരണം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് താനും മരണം വരിക്കാതെ കടന്നില്ല. ഉള്ള ശക്തി എടുത്ത് പറക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൊഴിഞ്ഞിരുന്നു. പിന്നെയും പറക്കാൻ ശ്രമിച്ചു, പിന്നെയും ശ്രമിച്ചു. അതുപോലെ നമ്മുടെ മുന്നിൽ ഒന്നും കാണാനില്ലെങ്കിലും നമ്മുടെ ശ്രമം വിടാതിരിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും. ഇതുപോലെ നമ്മൾ പല പ്രതിസന്ധികളും ഇപ്പോൾ കാണാം. ചുറ്റും ഇരുട്ടാണ്, എന്നാലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇരുട്ടൂറിയിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന രക്ഷയില്ല. അമ്മ എപ്പോഴും പറയുമല്ലോ, ആത്മാവാകുന്ന മെഴുകുതിരി നമ്മുടെ കയ്യിലുണ്ട്, വിശ്വാസമാകുന്ന ദീപം കൊളുത്തിയാൽ മതി. ആ ദീപം കൊളുത്തി കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അനുസരിച്ച് ആ പ്രകാശം നമ്മളെ മുന്നോട്ട് നയിക്കും. ഓഫീസിൽ ജോലി ചെയ്യുന്ന പല മക്കളും അമ്മയുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ചുമ്മാ അസൂയ കൊണ്ട് കള്ളം പറഞ്ഞ് നമ്മളുടെ ശിക്ഷിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ധർമ്മമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് കള്ളനാക്കി, എന്തിനാ ജീവിക്കുന്നത് എന്ന് പറയുന്ന മക്കളും അമ്മ കേട്ടിട്ടുണ്ട്. ഞാൻ പറയും, മക്കൾ ക്ഷമിക്കൂ, എടുത്ത് ജീവിക്കേണ്ടതെന്ന് പറയല്ലേ മക്കളെ.
അങ്ങനെ പറയല്ലേ മക്കളെ എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അത് തിരിച്ച് കേസ് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് വിജയിച്ച് പ്രൊമോഷൻ കിട്ടി. പിന്നെ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി തല കുനിച്ചിട്ടുണ്ട്. അപ്പോൾ പല മക്കളെയും അങ്ങനെ അമ്മ കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ അത് വരുമോ? അപ്പം നമ്മൾ താങ്ങാനുള്ള ശക്തി എടുക്കണം. അപ്പം എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വനവാസക്കാലം ഉണ്ടാകും.